ഫ്ലാഷ്ബാക്ക്. എടാ മോനെ, നാങ്ക പെരിയ ഇയക്കം, നീ ഒത്ത ആള്. നിനക്ക് വേണ്ടി ഇവിടുള്ള 4 ചെറ്റ പരീക്ഷകൾ ചാകാനുണ്ടെന്ന് കരുതി നീ നേതാവാകൂടാ. കുറെ ചോന്നുറുമ്പുകൾ വിചാരിച്ചാൽ ഒരു പാമ്പിനെ കൊല്ലാമെന്നും ചുള്ളിക്കമ്പുകൾ ചേർത്ത് വെച്ചാൽ ബലം കൂട്ടാമെന്നൊക്കെ പറയുന്നത് വെറും കഥയാടാ. ஒரு நாள் மட்டும் இந்த விஜய் சொல்றத கேளுங்க. அடுத்து வர 5 வருஷம், அது என்ன 5 வருஷம், அடுத்து வர எல்லா வருஷமும் நீங்க சொல்றத நான் கேக்குறேன். നിന്റെ കണക്കൂട്ടലുകളൊക്കെ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കര വേറെ മനെ. കേൾക്കുമ്പോ ഒരല്പം ക്രൂരമായ കമന്റ് ആണെന്ന് തോന്നിയേക്കും. ബട്ട് ഐ ആം ടെല്ലിംഗ് യു എ ബിറ്റർ ഫാക്ട്. இப்ப நான் ஷூட்டிங்ல இருந்து நேரா வர பாருங்க, அந்த மாதிரி நேரா போய் உட்கார்ந்துட முடியாது. உங்களுக்காக வேலை செய்யணும். സാർ എന്തിനാ ഈ വേണ്ടാത്ത പണിക്ക് ഇറങ്ങി പുറപ്പെട്ടത്? സിനിമയിൽ അഭിനയിച്ചാ പോരെ? ഇത്രയും ദുരാഗ്രഹങ്ങൾ മനുഷ്യന് പാടുണ്ടോ? കോളേജിന്റെ പുറത്തെ മുട്ടി നിൽക്കാൻ പറ്റില്ല നിനക്ക്, മോൻ മുള്ളിപ്പോവും. இவன்லாம் என்னைக்கு நடிகனா போறான்? கூட்டம் அனைத்துமே ஓட்டா மாறாதுங்கிறது வந்து எதிர்க்கட்சிகளுடைய கண்டிப்பா மாறாது. அது எல்லா தலைவர்களுக்கும் பொருந்தும். ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. കാര്യങ്ങൾ ഞാൻ ആരോ മൂത്തോക്കി പറയും, അത് നല്ലതാ. വിജയൻ ചേട്ടാ, കുന്തിരിക്ക എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയ്ക്കരുത്. எனக்கும் பொருந்தும். எல்லா தலைவர்களுக்கும், இந்தியாவில் இருக்க எல்லா தலைவர்களுக்கும் கூட்டம் சேர்த்துட்டா அது ஓட்டா மாறாது. ആകാശക്കോട്ട കെട്ടി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാരും നിലത്ത് നിന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ആനയാവാം കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങളൊന്നും ഒരു കുന്തമാകാൻ പോണില്ല. இது உங்களுக்கான தேர்தல். அத்தனை வழிகளையும் தாங்கிக்கிட்டு உங்களுக்காக மட்டுமே வந்திருக்கிறேன். உங்களுக்காக நன்றி கடன் செலுத்துறதுக்காக மட்டுமே வந்திருக்கிறேன். ஒரு நாளும் பொய் சொல்லி உங்களை நான் ஏமாத்த மாட்டேன். കൊള്ളാം. നീ ആളൊരു കൊമ്പനാടാ. കടക്കലെ വെട്ടിയാലും തല ഉയർത്തി നിൽക്കും. അതാടാ ചങ്കൂറ്റം. പക്ഷേ മോൻ കാണിക്കുന്ന ഈ തിളപ്പുണ്ടല്ലോ, അതൊരൊറ്റ വേർപ്പിന് തീരും. ஒரு சினிமாக்குள்ள நீ டாக்டர் ஆகலாம், இன்ஜினியர் ஆகலாம், முதல்வர் கூட ஆகலாம். அரசியல் அப்படியே முதல்வர் ஆயிடுங்க நீ. ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരന കേട്ടോ. யாரு அரசியல் பேசணும்? என் அளவுக்கு அரசியல் பேசிருக்கியாப்பா நீ? ഇവനാരാണ്? നീ ആരാണ്? ഇവനാണ് അവനെ കുറിച്ച് പറയാനായിട്ട്? யாரு அரசியல் பேசணும்? என் அளவுக்கு அரசியல் பேசிருக்கியாப்பா நீ? താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാകാൻ നോക്കണ എന്തിനാ? എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര്. நீ இத்தனை வருடங்கள்ல தமிழ்நாட்டுக்கோ மக்களுக்கோ மொழிக்கோ தன்மானத்துக்கோ பிரச்சனை வந்திருக்கும் போது வந்து நின்னுருக்கியா? ഇതാ പറയണത്, എലി എത്ര മതിച്ചാലും പുലി ആകുകയില്ലെന്ന് ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. உங்க மேல மக்கள் வச்சிருக்கிற நட்பு, அன்பு, திறமைக்கு அரசியலுக்கு இல்ல. இப்போ எங்க நிக்கிறீங்களோ அங்கேயே நிக்கணும். ഉന്നാൽ മുടിയാതെ തമ്പി പരമശിവ, നീ അവനെ അങ്ങനെ മോശക്കാരനാക്കാൻ പറ്റും വേണ്ട. അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ. ட்ரெயின்ல இருந்து தூக்கி எறிஞ்சப்ப காந்தி கூட ஒத்தாளு தான். ஒத்தாளு கூட்டமா மாறுறதும் கூட்டம் ஒத்தாளா மாறுறதும் இப்பெல்லாம் ഒരേ നാളെ നടക്കാൻ സാർ. പിന്നെ ഈ ജയവും പരാജയവും ഒക്കെ നമ്മൾ ദൈവത്തിന് വിടുന്നു. 1000 വോട്ടേ തനിക്ക് കിട്ടിയുള്ളൂവെങ്കിലും ആ 1000 പേരും തന്റെ ഒപ്പമാ. തന്റെ നേതൃത്വം അംഗീകരിച്ചവരാ. അത് മതിയടോ. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. തളപതി വിജയ് ഇനി മുതൽ அமைச்சர் അല്ലെങ്കിൽ തലൈവർ വിജയ് അല്ലെങ്കിൽ തമിഴ്നാടിന്റെ CM വിജയ്. സി ജോസഫ് വിജയ് എന്നും ഞാൻ നോക്കിയടാ രോമ എഴുന്നേക്കുന്നത്. രാവിലെ ചെല്ലുമ്പോ കാട്ടല് പോലെയാ ജനക്കൂട്ടം. മാസ് എന്ന് പറഞ്ഞ പോരാ, മരണ മാസ്. சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும், இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலை நிறுத்துவேன் என்றும், தமிழ்நாட்டு அரசின் முதலமைச்சராக
ആൾക്കാർ എഴുന്നേറ്റ് നിന്നായിരുന്നു കയ്യടി. അന്യായം അണ്ണാ, അന്യായം. உண்மையாகவும் உளச்சான்றின் படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். ഈ മാനങ്കര മണ്ഡലത്തിൽ ചില RJP കോമാളികൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു സുഹൃത്തുക്കളെ. ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ, വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ താ കേൾക്കണത്. എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ? എന്താ ഇവിടെ പ്രശ്നം ഉണ്ടായത്? എന്ത് പ്രശ്നം? അല്ല, പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ആരും എന്നെ ഫോൺ വിളിച്ചിരുന്നു. പേര് ചോദിച്ചപ്പോഴേ കട്ട് ചെയ്തു. മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ചോനനുറുമ്പുകൾ വിചാരിച്ചാൽ ഒരു പാമ്പിനെ കൊല്ലാമെന്നും ചുള്ളിക്കമ്പുകൾ ചേർത്ത് വെച്ചാൽ അവയ്ക്ക് ബലം കൂടുമെന്ന് പറയുന്നത് വെറും കഥയല്ല. ഇതാണ് സത്യം. കുറച്ച് സമയം, ഒരുപാട് കാര്യങ്ങൾ. അപ്പോ നമുക്ക് വീണ്ടും കാണാം. மீண்டும் சந்திக்கும் வரை இல்ல மீண்டும் மீண்டும் சந்திப்போம். நன்றி, வணக்கம். എന്റെ പൊന്നാര ജോണിക്കുട്ടിയെ, ഓനെ ഇജ്ജി പറഞ്ഞ മാതിരി ഒരു നാട്ടുരാജാവല്ല, ഒരൊന്നൊന്നര നാട്ടുരാജാവാ. നിങ്ങൾ പറഞ്ഞ പോലെ അയാൾ ഒരു ഗ്യാങ്സ്റ്റർ അല്ല സർ. ഒറ്റയ്ക്ക് വന്ന് പൊരുതി വെട്ടിപ്പിടിച്ച മോൺസ്റ്റർ.